ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PYQs നോക്കുന്നതിന് മുമ്പ് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് PYQസിലോട്ട് പോവാം. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് ഒരു സെമി കണ്ടക്ടർ എന്ന് നോക്കാം. നോക്കിക്കേ, എ സെമി കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ whose electrical conductivity lies between that of a conductor and an insulator. അതായത് എന്താണ്, ഒരു ഇൻസുലേറ്ററിൻ്റെയും കണ്ടക്ടറിൻ്റെയും ഇടയ്ക്ക് കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഒരാളാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആൾ. അതേപോലെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാലോ ഒട്ടും കണ്ടക്ട് ചെയ്യാത്ത ആൾ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് സെമി കണ്ടക്ടർ. അതായത് കുറച്ച് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നോക്കിക്കേ, കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ, കണ്ടക്ടേഴ്സ് വെരി ഹൈ കണ്ടക്ടിവിറ്റി ലൈക്ക് കോപ്പർ, ഇൻസുലേറ്റേഴ്സ് വെരി ലോ കണ്ടക്ടിവിറ്റി ലൈക്ക് ഗ്ലാസ്. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്താ നോക്കിക്കേ, മോഡറേറ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് ദെയർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതാണ് എപ്പോഴും സെമി കണ്ടക്ടേഴ്സ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ്. എന്താണ്, ദ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഡിക്രീസസ് ആയിരിക്കും വരുന്നത് കണ്ടക്ടിവിറ്റി, പക്ഷെ അല്ല, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കിക്കേ. കോമൺ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയവ. അതുപോലെ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അറിയാലോ എന്താണ്, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ്. അപ്പോൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന് ഉദാഹരണമാണ് ഗാലിയം ആർസനൈഡ് ആൻഡ് ഇൻഡിയം ഫോസ്ഫൈഡ്. അടുത്തത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കീ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അതായത് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ സെമി കണ്ടക്ടേഴ്സ് സം ഇലക്ട്രോൺസ് ആർ ലൂസ്ലി ബൗണ്ട് ടു ആറ്റംസ്. സെമി കണ്ടക്ടേഴ്സിൽ എന്താണ്, കുറച്ച് ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അതിനർത്ഥം അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നോക്കിക്കേ, വെൻ എനർജി വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ലൈറ്റ് എക്സെട്ര ഈസ് സപ്ലൈഡ്, സം ഇലക്ട്രോൺസ് ഗെയിൻ ഇനഫ് എനർജി ടു ജമ്പ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ്, ലീവിങ് ബിഹൈൻഡ് ഹോൾസ് ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജസ് ഇൻ ദ വാലൻസ് ബാൻഡ്. അതായത് നമ്മൾ ഹീറ്റിൻ്റെയോ ലൈറ്റിൻ്റെയോ ഫോമിൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ ഈ ലൂസ്ലി ബൗണ്ടായിട്ടുള്ള ഇലക്ട്രോൺസിന് എന്ത് കിട്ടും, എനർജി കിട്ടും. ഈ എനർജി കാരണം ഇവ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. അതായത് അവിടെ കണ്ടക്ഷൻ നടക്കുന്നു. അപ്പോൾ എന്താണ്, കുറച്ച് ഇലക്ട്രോൺസിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ കണ്ടക്ടേഴ്സ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, ഒരുപാട് ഇലക്ട്രോൺസിന് അതല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോൺസിനും വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ സെമി കണ്ടക്ടേഴ്സിൽ എന്താണ്, കുറച്ച് ഇലക്ട്രോൺസ് മാത്രമാണ് ലൂസ്ലി ബൗണ്ട്. അപ്പോൾ എനർജി കിട്ടുമ്പോൾ അവ മാത്രം എങ്ങോട്ട് പോകുന്നു, വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇരുന്ന ഇലക്ട്രോൺസ് പോയി, വാലൻസ് ബാൻഡിൽ ഇരുന്ന ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയി. അപ്പോൾ വാലൻസ് ബാൻഡിൽ എന്തുണ്ടായെന്ന് നമുക്ക് പറയാം, കുറച്ച് ഹോൾസ് ഉണ്ടായി. അതായത് ഇലക്ട്രോൺസ് ഇരുന്ന സ്ഥാനത്തൊക്കെ ഇപ്പോൾ ഹോൾസ് ആയിപ്പോയി എന്ന് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ എന്താണ്, ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ ഈ ഹോൾസ് ഉണ്ടായ അവിടെ എന്ത് ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം എന്താണ്, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർ അപ്പുറത്തങ്ങ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയി. അപ്പോൾ വാലൻസ് ബാൻഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഹോൾസും പോസിറ്റീവ് ചാർജും. അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നോക്കിക്കേ, സോ കറണ്ട് ഈസ് ക്യാരിഡ് ബൈ 2 ടൈപ്പ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ്. അപ്പം ഇവിടെ എന്താണ്, 2 ടൈപ്സ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്, ഇലക്ട്രോൺസും ഹോൾസും. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്, ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്. അടുത്തത് എനർജി ബാൻഡ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ എന്താണ്, കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് എന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ആറ്റംസ് ഇൻ സോളിഡ് ഹാവ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ദാറ്റ് merge into bands when brought close together. There are
3 ഇമ്പോർട്ടൻറ്റ് എനർജി ബാൻഡ്സ്. എന്താണ്? 3 പ്രധാനപ്പെട്ട എനർജി ബാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അതുപോലെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അതിനെ നമ്മൾ EG വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. നോക്കിക്കേ, വാലൻസ് ബാൻഡ് എന്തെന്ന് വെച്ചാൽ ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ബൗണ്ട് ടു ആറ്റംസ്. എന്താണ്? വാലൻസ് ബാൻഡിനകത്ത് ആര് കാണും? ഇലക്ട്രോൺസ് കാണും. അതുപോലെ കണ്ടക്ഷൻ ബാൻഡിൽ എന്ത് കാണും? കണ്ടെയ്ൻസ് ഫ്രീ ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ മൂവ് ആൻഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കണ്ടക്ഷൻ ബാൻഡിൽ ആരുണ്ട്? ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? മൂവ് ചെയ്യാനുള്ള കഴിവുമുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അതുപോലെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ EG എന്താണ് സൂചിപ്പിക്കുന്നത്? എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. എന്താണ്? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ആളാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ടെമ്പറേച്ചർ എഫക്റ്റ് ഓൺ കണ്ടക്ടിവിറ്റി നോക്കാം. നോക്കിക്കേ, ഇൻ മെറ്റൽസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. മെറ്റൽസിൻ്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? റെസിസ്റ്റൻസ് കൂടും. പക്ഷേ സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ്? ഇൻ സെമി കണ്ടക്ടേഴ്സ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ഈ ഐഡിയ വരുന്ന വിധത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, സെമി കണ്ടക്ടേഴ്സിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ബിക്കോസ് more electrons get enough energy to jump the gap and conduct. എന്താണ് കാരണം? എന്താണ്? സെമി കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? കുറച്ചുകൂടെ ഇലക്ട്രോൺസിന് എന്ത് കിട്ടും? എനർജി കിട്ടും. എന്തിന്? അതായത് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാനുള്ള എനർജി അവർക്ക് കിട്ടും. അത് കാരണമാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്തും കൂടുന്നത്? കണ്ടക്ഷനും കൂടുന്നത്. നോക്കിക്കേ, ഹെൻസ് സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അടുത്തത് ചാർജ് ക്യാരിയേഴ്സിൻ്റെ കാര്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 2 ടൈപ്സ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഇലക്ട്രോൺസും ഹോൾസും. അപ്പോൾ ഇവ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇലക്ട്രോൺസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രീ പാർട്ടിക്കിൾസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. എന്താണ്? കണ്ടക്ഷൻ ബാൻഡിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഫ്രീ പാർട്ടിക്കിൾസ് ആണ് ഏത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഹോൾസ് അഥവാ H എന്താണ്? വേക്കൻറ്റ് പൊസിഷൻ ലെഫ്റ്റ് ഇൻ വാലൻസ് ബാൻഡ് വിച്ച് ആക്ട് ആസ് പോസിറ്റീവ് ചാർജസ്. എന്താണ്? വാലൻസ് ബാൻഡിലുള്ള വേക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഹോൾസ് അല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന പൊസിഷൻസിനാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. അവയ്ക്ക് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. നോക്കിക്കേ, വെൻ ആൻ ഇലക്ട്രോൺസ് മൂവ് ഫ്രം വൺ ബാൻഡ് ടു അനദർ ഇറ്റ് ലീവ്സ് എ ഹോൾ ബിഹൈൻഡ്. അനദർ ഇലക്ട്രോൺ ക്യാൻ occupy that hole behaves as a moving positive charge. എന്താണ്? ഒരു ഇലക്ട്രോൺസ് ഒരു ബാൻഡിൽ നിന്നും അടുത്ത ബാൻഡിലോട്ട് പോകുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഒരു ഹോൾ ഉണ്ടാവുന്നു അല്ലേ, ഒരു ഹോള് അവിടെ ഫോം ചെയ്യുന്നു. ആ ഹോളിൽ വേണമെങ്കിൽ എന്താണ്? വേറൊരു ഇലക്ട്രോണിന് വന്ന് ഇരിക്കാം. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ നോക്കിക്കേ, ഹോൾ എന്തായിട്ടാണ് അപ്പോൾ ആക്ട് ചെയ്യുന്നത്? ഒരു മൂവിങ് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് ഹോള് ആക്ട് ചെയ്യുന്നത്. അടുത്തത് കറണ്ട് ഇൻ എ സെമി കണ്ടക്ടറാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ കറണ്ട് പ്ലസ് ഹോൾ കറണ്ട്. ബോത്ത് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ടു ടോട്ടൽ കണ്ടക്ഷൻ. എന്താണ്? ഒരു സെമി കണ്ടക്ടറിലെ ആകെ കറണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ടിൻ്റെയും ഹോൾ കറണ്ടിൻ്റെയും സമ്മാണ്. രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിലും ടോട്ടൽ കണ്ടക്ഷനിൽ ഇവർ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നോക്കിക്കേ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, പിന്നെ ഡോപ്പിംഗ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോൾ തൽക്കാലം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ, അതിൽ ഒരു ഇമ്പ്യൂരിറ്റിയും ഇല്ല. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്താണ് ഡോപ്പിംഗ് എന്ന് നോക്കിക്കേ. ഡോപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് സ്മോൾ കൺട്രോൾഡ് എമൗണ്ട്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ ടു മോഡിഫൈ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ എന്ന് നോക്കാം. നോക്കിക്കേ, ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് എ പ്യുവർ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ വിത്ത് നോ ഇൻറ്റൻഷണൽ ഇമ്പ്യൂരിറ്റീസ് ആഡഡ്. എന്താണ് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിൻ്റെ പ്യുവർ ഫോമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിൽ ഒരു ഇമ്പ്യൂരിറ്റീസും ചേർക്കുന്നില്ല. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിനാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്യുവർ സിലിക്കൺ, എന്താണ് ശുദ്ധമായ സിലിക്കൺ. അതുപോലെ ജെർമേനിയവും എന്തിന് എക്സാമ്പിളാണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ഇനി ഇവയുടെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കിക്കേ. അറ്റ് 0 Kelvin ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ, നോ ഫ്രീ ചാർജ് കാരിയേഴ്സ്. എന്താണ് 0 Kelvinൽ ഇവ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു ഇൻസുലേറ്ററായിട്ട് ബിഹേവ് ചെയ്യും. അറ്റ് റൂം ടെമ്പറേച്ചർ സം വാലൻസ് ഇലക്ട്രോൺ ഗെയിൻ ഇനഫ് തെർമൽ എനർജി ടു ജംപ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ഫോമിങ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. എന്താണ് സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വാലൻസ് ഇലക്ട്രോണിന് എന്ത് കിട്ടും? നമ്മുടെ തെർമൽ എനർജിയിൽ നിന്നും എന്താണ് ഇനഫ് തെർമൽ എനർജി അത് അബ്സോർബ് ചെയ്തുകൊണ്ടിട്ട് അതെന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഇലക്ട്രോൺ ഹോൾ പെയർസ് ഫോം ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹോൾസ് p. എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ n കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ നമ്പർ ഓഫ് ഹോൾസിനെ എന്തെന്ന് p എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? n ഈസ് ഈക്വൽ ടു p എന്ന് നമുക്ക് പറയാം. ഏതിൻ്റെ കേസിൽ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ. എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആണ്. ഇവിടെ ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആക്ട് ആസ് ചാർജ് കാരിയേഴ്സ്. ഇവിടെ എന്താണ്? ഇലക്ട്രോൺസും ഹോൾസും രണ്ടുപേരും ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇവിടെ എന്താണ്? കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുന്നു. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. അടുത്തത് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ എനർജി ഗ്യാപ്പിനെ കുറിച്ചുള്ള കീ കോൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ദ എനർജി ഗ്യാപ്പ് Eg ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ഈസ് സ്മോൾ. എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നോക്കിക്കേ, അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് അവിടുത്തെ എനർജി ഗ്യാപ്പ് വരുന്നത്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് മോർ EH പെയേഴ്സ് ഫോം. എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാകുന്നു. റെസിസ്റ്റിവിറ്റി കുറയുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. നോക്കിക്കേ, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സിലിക്കണിൻ്റെ Eg എന്ന് പറയുന്നത് എത്രയാണ്? 1.1 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുപോലെ ജെർമേനിയത്തിൻ്റെ Eg അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.7 eV ആണ്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. എന്താണ്? ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് n ഈസ് ഈക്വൽ ടു p. ബോത്ത് കോൺട്രിബ്യൂട്ട് ടു കറണ്ട് ആൻഡ് കണ്ടക്ടിവിറ്റി ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എന്താണ്? ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സിൽ എന്നും പിയും എന്താണ്? ഈക്വൽ ആണ്. അതായത് n എന്താണ്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് ചാർജ്. അതുപോലെ പി എന്ന് പറയുന്നത് എന്താണ്? ഹോൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. രണ്ടും എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? കറണ്ടിനും കണ്ടക്ടിവിറ്റിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? കണ്ടക്ടിവിറ്റിയും കൂടും. അടുത്തത് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? ഇംപ്യൂർ ഓർ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന്. അപ്പോൾ ഡോപ്പിംഗ് വഴി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കിക്കേ. ആൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് സ്മോൾ എമൗണ്ട്സ് ഓഫ് ഇംപ്യൂരിറ്റീസ് കോൾഡ് ഡോപ്പിംഗ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ ടു ഇൻക്രീസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി. എന്താണ്?
പ്യുവറായിട്ടുള്ള ഒരു സെമി കണ്ടക്ടറിനകത്ത് നമ്മൾ എന്താണ് ചെറിയ എമൗണ്ടിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. അതുവഴി എന്ത് ചെയ്യുന്നു, പ്യുവർ സെമി കണ്ടക്ടറിനെ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇംപ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടറാക്കി മാറ്റുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്? സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ടു ഇൻക്രീസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി വി ആഡ് ഇമ്പ്യൂരിറ്റീസ്. നോക്കിക്കേ, ദ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒക്കുപ്പൈ ലാറ്റിസ് സൈറ്റ്സ് ആൻഡ് ഡൊണേറ്റ് ഓർ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. എന്താണ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റംസ് ലാറ്റിസ് സൈറ്റ്സ് ഒക്കുപ്പൈ ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യും. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. നോക്കിക്കേ, ഫോംഡ് ബൈ ഡോപ്പിംഗ് വിത്ത് പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. പെൻറ്റാവാലൻ്റ് എന്ന് വെച്ചാൽ വാലൻസ് ഇലക്ട്രോണായിട്ട് 5 ഇലക്ട്രോൺസ് വരുന്നതാണ് പെൻറ്റാവാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് എന്താ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിക്ക് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ആരൊക്കെയാണ്? ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ഇവയൊക്കെയാണ് എന്ത് പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂരിറ്റീസ്. അതായത് ഇവയുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ വാലൻസ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് വരും? 5 ഇലക്ട്രോൺസ് വരും. ഇങ്ങനെയുള്ളവയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, 4 ഇലക്ട്രോൺസ് ഫോം കോവാലൻറ്റ് ബോൺസ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഇമ്പ്യൂരിറ്റിയുടെ 5 വാലൻസ് ഇലക്ട്രോൺസിൽ 4 എണ്ണം എന്തുണ്ടാക്കും? കോവാലൻറ്റ് ബോൺസ് ഉണ്ടാക്കും. അതുപോലെ 1 ഇലക്ട്രോൺ എന്താണ് അധികമായിട്ടിരിക്കും അല്ലേ? 1 ഇലക്ട്രോൺ റിമൈൻസ് ഫ്രീ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? മെജോറിറ്റി ക്യാരിയേഴ്സ് അല്ലെങ്കിൽ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോൺസ് ആണ്. ഹോൾസ് എന്താണ്? മൈനോറിറ്റി ക്യാരിയേഴ്സ് ആണ്. നോക്കിക്കേ, ദ ഇമ്പ്യൂരിറ്റി ഈസ് കോൾഡ് എ ഡോണർ ഇമ്പ്യൂരിറ്റി. ഡയഗ്രമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം? എൻ ടൈപ്പ് ഡോണർ എന്ത് ചെയ്യും? ആഡ്സ് ഇലക്ട്രോൺ. മെജോറിറ്റി എന്താണ്? ഇലക്ട്രോൺസ് ആണ്. മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇനി അടുത്തത് നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഫോംഡ് ബൈ ഡോപ്പിംഗ് വിത്ത് ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. അതായത് 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള എന്താണ് ആറ്റംസ് ചേർത്തുകൊണ്ടാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. അതായത് വാലൻസ് ഷെല്ലിനകത്ത് 3 ഇലക്ട്രോൺസ് കാണും. ആരൊക്കെയാണ്? എക്സാമ്പിൾ ബോറോൺ, ഗാലിയം, ഇൻഡിയം എന്നിവയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ്. നോക്കിക്കേ, ക്രിയേറ്റ്സ് 1 മിസ്സിംഗ് ഇലക്ട്രോൺ ഹോൾ ഇൻ ദ ലാറ്റിസ്. എന്താണ് ഈ ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഒരു ഹോൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മിസ്സിംഗ് ഇലക്ട്രോൺ ഉണ്ടാക്കുന്നു. ഹോൾസ് ആണ് അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് മൈനോറിറ്റി ക്യാരിയേഴ്സും. ദ ഇമ്പ്യൂരിറ്റി ഈസ് കോൾഡ് ആൻ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി. ഇവിടെ എന്താണ്? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഡയഗ്രമാറ്റിക്കലി എന്തെന്ന് പറയാം? പി ടൈപ്പിൽ അക്സെപ്റ്റർ ആണ്. ക്രിയേറ്റ്സ് ഹോൾ, മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ രണ്ടും തിരിഞ്ഞു പോകരുത്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പെൻറ്റാവാലൻറ്റ്, പി ടൈപ്പിൽ ട്രൈവാലൻറ്റ്. അതുപോലെ എൻ ടൈപ്പ് ഡോണർ, പി ടൈപ്പ് അക്സെപ്റ്റ്. അവിടെ എന്താണ്? എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. ഇവിടെ പി ടൈപ്പിൽ ആരാണ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്? ഹോൾസ് ആണ്. ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള PYQs നോക്കാം. നോക്കിക്കേ, എ സെമി കണ്ടക്ടർ ഹാസ് കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ ഡാഷ്. എന്താണ് ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? ഏതിനൊക്കെ ഇടയിലായിട്ട് വരും? ഉത്തരം എന്താണ്? കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. എന്താണ്? കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും ആരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സിൻ്റെ അത്ര കണ്ടക്ട് ചെയ്യില്ല, അതുപോലെ ഇൻസുലേറ്റേഴ്സിൻ്റെ പോലെ കണ്ടക്ട് ചെയ്യാതെ ഇരിക്കില്ല. എന്താണ്? മോഡറേറ്റ് ആയിട്ടുള്ള ആളാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്.
എക്സ്പ്ലനേഷൻ നോക്കിക്കേ. എ സെമി കണ്ടക്ടർ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ബെറ്റർ ദാൻ ആൻ ഇൻസുലേറ്റർ ബട്ട് വേഴ്സ് ദാൻ എ കണ്ടക്ടർ. അടുത്ത ചോദ്യം, ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡാഷ്. അതായത് ഒരു സെമി കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും? താഴെ കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. എല്ലാം എന്താണ്? ടെമ്പറേച്ചറിൻ്റെ കേസ് വെച്ചിട്ട് പറയുകയാണ് ഓപ്ഷൻസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം അല്ലേ, സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് കൂടും അല്ലേ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റിയും കൂടും. നോക്കിക്കേ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. എക്സ്പ്ലനേഷൻ, ഹയർ ടെമ്പറേച്ചർ മീൻസ് മോർ ഇലക്ട്രോൺസ് ജംപ് ടു കണ്ടക്ഷൻ ബാൻഡ്, മോർ ചാർജ് കാരിയേഴ്സ്, ദാറ്റ് മീൻസ് ഹയർ കണ്ടക്ടിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ സിലിക്കൺ ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. എന്താണ്? ആ സിലിക്കണിൻ്റെ എനർജി ഗ്യാപ്പാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്? 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, സിലിക്കൺ ഹാസ് ആൻ എനർജി ഗ്യാപ്പ് of about 1.1 electron volt while germanium has 0.7 electron volt. Insulators have EG or energy gap greater than 5 electron volt. അതായത് അവ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വലുതാണ്. അതുകൊണ്ടാണ് എന്ത്, ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റാത്തത് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് കണ്ടക്ഷൻ അവിടെ നടക്കാത്തത്. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതുപോലെ ഓരോന്നിൻ്റെയും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഇൻ സെമി കണ്ടക്ടേഴ്സ് കറണ്ട് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? സെമി കണ്ടക്ടേഴ്സിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത് എന്ത് മൂലമാണെന്നാണ് ചോദ്യം. എന്തൊക്കെ കണ്ടാണ് നടക്കുന്നത്? ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. എന്താണ്? ഇലക്ട്രോൺസും ഹോൾസും കാരണം. ഇവ രണ്ടും എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? കറണ്ട് കണ്ടക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ഇൻ സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ബോത്ത് കോൺട്രിബ്യൂട്ട് ടു കണ്ടക്ഷൻ. എന്താണ്? രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഹോൾസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഡ്യുവൽ കാരിയർ മെക്കാനിസമാണ് അവിടെ നടക്കുന്നത് അല്ലേ, രണ്ടുപേരുണ്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡാഷ്. എന്താണ്? ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ ചേഞ്ചാണ് എന്തിൻ്റെ ബേസിസിലാണ് ചോദിച്ചേക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്? നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയും കൂടും. അതായത് അവിടെ റെസിസ്റ്റൻസ് കുറയുന്നു എന്നല്ലേ അർത്ഥം. റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ടല്ലേ നന്നായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദാറ്റ്സ് വൈ കണ്ടക്ഷൻ ഇൻക്രീസസ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, മോർ ഇലക്ട്രോൺസ് ഗെയിൻ ഇനഫ് എനർജി ടു ക്രോസ് ദ ബാൻഡ് ഗ്യാപ്പ്, ദാറ്റ് മീൻസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. അതായത് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇലക്ട്രോൺസിന് ബാൻഡ് ഗ്യാപ്പ് ക്രോസ് ചെയ്യാനുള്ള എനർജി കിട്ടും. അതായത് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യുന്നു. അതിനർത്ഥം അവിടെ റെസിസ്റ്റിവിറ്റി കുറയുന്നു എന്നല്ലേ. റെസിസ്റ്റിവിറ്റി കുറയുന്നതുകൊണ്ടാണല്ലോ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇൻ എ സെമി കണ്ടക്ടർ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് ഡാഷ്. എന്താണ്? ഒരു സെമി കണ്ടക്ടറിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ ഓർഡർ എത്രയെന്നാണ് ചോദ്യം. എത്രയാണ് ഉത്തരം? 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദ ബാൻഡ് ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ടിപ്പിക്കലി ലൈസ് അറൗണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാസ് ദ സ്മോളസ്റ്റ് എനർജി ബാൻഡ് ഗ്യാപ്പ്. ഈ താഴെ തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ ഏതിനാണ് സ്മോളസ്റ്റ് എനർജി ബാൻഡ് ഗ്യാപ്പ് ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ഏതിനാണ്? ഉത്തരം എന്ന് പറയുന്നത് ജർമേനിയത്തിനാണ്. ഈ വാല്യൂസൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. നോക്കിക്കേ, ജർമേനിയത്തിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ വരുന്നത് ആരാണ്? സിലിക്കൺ. സിലിക്കണിൻ്റെ 1.1 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുപോലെ ഡയമണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണല്ലേ. അതിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 5.5 ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നത്. അതൊരു ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റേഴ്സിൻ്റെ നമുക്കറിയാം എന്താണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്.
അപ്പോൾ അത് അങ്ങനെയാണ് വരാം. ഈ വാല്യൂസൊക്കെ നോക്കി വെച്ചേക്കണം. അപ്പോൾ കണ്ടക്ടേഴ്സിന് എങ്ങനെയായിരിക്കും എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്? ഗ്യാപ്പ് കാണില്ല, 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ സെമി കണ്ടക്ടേഴ്സ് എ ഹോൾ ഈസ് ഡാഷ്. എന്താണ്? സെമി കണ്ടക്ടേഴ്സിൽ ഒരു ഹോൾ എന്ന് പറയുന്നത് എന്താണ്? ആൻ എംപ്റ്റി സ്റ്റേറ്റ് ഇൻ വാലൻസ് ബാൻഡ് ആക്ടിങ് ആസ് പോസിറ്റീവ് ചാർജ്. എന്താണ്? വാലൻസ് ബാൻഡിലുള്ള ഒരു എംപ്റ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു എംപ്റ്റി സ്പേസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? അവിടുത്തെ പോസിറ്റീവ് ചാർജായിട്ട് ആക്ട് ചെയ്യുന്നു. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. when an electron leaves a bond. എന്താണ്? ഒരു ഇലക്ട്രോൺ ഒരു ബോണ്ട് ലീവ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ the vacant position behaves as a positive charge carrier called a hole. അവിടെ ഉണ്ടാവുന്ന ആ വേക്കൻറ്റ് പൊസിഷൻ ഒരു പോസിറ്റീവ് ചാർജ് കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. അവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹോൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ട്രൂ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. സെമി കണ്ടക്ടേഴ്സ് ഹാവ് എ ലാർജ് എനർജി ഗ്യാപ്പ്. എന്താണ്? സെമി കണ്ടക്ടേഴ്സിന് വളരെ വലിയ എനർജി ഗ്യാപ്പാണ് ഉള്ളതെന്നാണ് അർത്ഥം. ആണോ? അല്ല, തെറ്റാണല്ലേ. സ്മോൾ എനർജി ഗ്യാപ്പാണ് സെമി കണ്ടക്ടേഴ്സിനുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. കണ്ടക്ടേഴ്സ് ഹാവ് എ സ്മോൾ ബട്ട് നോൺ സീറോ എനർജി ഗ്യാപ്പ്. എന്താണ്? കണ്ടക്ടേഴ്സിന് സ്മോൾ എനർജി ഗ്യാപ്പാണ് പക്ഷേ നോൺ സീറോ ആണെന്ന്. അതും തെറ്റാണ്. എന്താണ്? കണ്ടക്ടേഴ്സിന് എനർജി ഗ്യാപ്പ് ഇല്ല, 0 ആണ്. അതുകൊണ്ടല്ലേ അത് എന്താണ് ഫുൾ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇൻസുലേറ്റേഴ്സ് ഹാവ് ഓവർലാപ്പിംഗ് വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ്. എന്താണ്? ഇൻസുലേറ്ററിൻ്റെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. തെറ്റാണ്. അതെന്താണ്? ഇൻസുലേറ്റേഴ്സിലല്ല അങ്ങനെ കാണപ്പെടുന്നത്. ഏതിലാണ് കാണുന്നത്? കണ്ടക്ടേഴ്സിലാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഇൻസുലേറ്റേഴ്സിൽ എങ്ങനെയായിരിക്കും? വളരെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ, വലിയ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇൻ സെമി കണ്ടക്ടേഴ്സ് വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ എനർജി ഗ്യാപ്പ്. എന്താണ്? സെമി കണ്ടക്ടേഴ്സിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ എനർജി ഗ്യാപ്പ് വെച്ചിട്ടാണെന്ന്. അപ്പോൾ അതല്ലേ കറക്റ്റ്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഡി. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. സെമി കണ്ടക്ടേഴ്സ് ഹാവ് എനർജി ഗ്യാപ്പ് അപ്രോക്സിമേറ്റ്ലി equal to 1 electron volt, that is small enough for thermal excitation to promote electrons. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ സെമി കണ്ടക്ടർ? ആലോചിക്കാനില്ല, നമുക്കറിയാം അല്ലേ. എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്താണ് എക്സ്പ്ലനേഷൻ? ഇൻ സെമി കണ്ടക്ടേഴ്സ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി കുറയുന്നു. സോ കോഎഫിഷ്യൻറ്റ് ഈസ് നെഗറ്റീവ്. മെറ്റൽസ് ഹാവ് എ പോസിറ്റീവ് കോഎഫിഷ്യൻറ്റ്. മെറ്റൽസിൻ്റെ കേസിൽ എന്താണ്? ഇത് പോസിറ്റീവാണ്. കാരണം എന്താണ്? മെറ്റൽസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിൽ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് കറക്റ്റ്? എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ച് ഉള്ള താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതെന്നാണ് ചോദ്യം. എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്? പ്യുവർ സെമി കണ്ടക്ടർ അല്ലേ. അതായത് ഒരു ഇമ്പ്യൂരിറ്റീസും ആഡ് ചെയ്യാത്ത പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കിക്കേ. ഇറ്റ് ഈസ് പ്യുവർ സെമി കണ്ടക്ടർ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. എന്താണ്? പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറാണ്. ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണുള്ളത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റീസ്. റോങ് അല്ലേ. അതിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി അടുത്തത് നോക്കാം. ഇറ്റ് ഹാസ് ഓൺലി ഹോൾസ് ആസ് മെജോറിറ്റി ക്യാരിയേഴ്സ്. തെറ്റാണല്ലേ. രണ്ടുപേരും ചാർജ് ക്യാരിയേഴ്സായിട്ട് നിൽപ്പുണ്ട്. ആരൊക്കെ? ഹോൾസും ഇലക്ട്രോൺസും. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്.
ഡി നോക്കിക്കേ, ഇറ്റ് ബിക്കംസ് മെറ്റാലിക് അറ്റ് റൂം ടെമ്പറേച്ചർ. ആണോ? അല്ല. അപ്പോൾ അതും wrong ആണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്യുവർ സെമി കണ്ടക്ടർ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് അൺഡോപ്ഡ്, മീൻസ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ചേർത്തിട്ടില്ല. ആൻഡ് ഹെൻസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് n ഈക്വൽസ് ടു ദ നമ്പർ ഓഫ് ഹോൾസ് p. വെൻ ഡോപ്ഡ് ഇറ്റ് ബിക്കംസ് എക്സ്ട്രിൻസിക്. എന്താണ്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺസും ഹോൾസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താലേ അവിടെ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിട്ട് അതെന്തെന്ന് പറയും. അത് കഴിഞ്ഞ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻട്രിൻസിക് എന്ന് പറയാൻ പറ്റില്ല. അതെന്തായിട്ട് മാറും? എക്സ്ട്രിൻസിക് ആയിട്ട് മാറും. അടുത്ത ചോദ്യം നോക്കിക്കേ, ഇൻ എ പ്യുവർ സെമി കണ്ടക്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഡാഷ്. എന്താണ്? ഒരു പ്യുവർ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ റൂം ടെമ്പറേച്ചറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണെന്നാണ് ചോദ്യം. അവിടെ മെജോറിറ്റി മൈനോറിറ്റി ഒക്കെ വരുന്നുണ്ടോ? ഇല്ല. പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. ഇമ്പ്യൂരിറ്റീസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അവിടെ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ്. മാത്രമല്ല രണ്ടുപേരുടെയും നമ്പേഴ്സ് ഈക്വലാണ്. അതുകൊണ്ട് തന്നെ അവിടെ മെജോറിറ്റി മൈനോറിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ ഈക്വൽ നമ്പർ. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ഇൻ ഇൻട്രിൻസിക് ഓർ പ്യുവർ സെമി കണ്ടക്ടർ ബോത്ത് ടൈപ്സ് ഓഫ് കാരിയേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ഈക്വൽ നമ്പർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു കണ്ടക്ഷൻ. രണ്ടുപേരും ഈക്വൽ നമ്പറിലാണ് കാണുന്നത്. രണ്ടുപേരും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കണ്ടക്ഷനിൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി ഗ്യാപ്പ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഇൻസുലേറ്റർ ആയിട്ടുള്ള ഡയമണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഡയമണ്ടിനായിരിക്കും ഹയസ്റ്റ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഡയമണ്ട് ഈസ് ആൻ ഇൻസുലേറ്റേഴ്സ്. ഇറ്റ്സ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്, വിച്ച് ഈസ് മച്ച് ഹയർ ദാൻ സെമി കണ്ടക്ടേഴ്സ്. ബാക്കി തന്നേക്കുന്നവരെല്ലാവരും സെമി കണ്ടക്ടേഴ്സ് അല്ലേ? ജെർമേനിയവും സിലിക്കണും ഒക്കെ. ഇൻഡിയം ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറാണ് അല്ലേ? അപ്പോൾ ഇവയെല്ലാം സെമി കണ്ടക്ടേഴ്സാണ്. ഡയമണ്ട് മാത്രമാണ് ഇവിടെ ഇൻസുലേറ്ററായിട്ട് ഓപ്ഷനിലുള്ളത്. അതിൻ്റെ എനർജി ഗ്യാപ്പായിരിക്കും ഏറ്റവും കൂടുതൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദ മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? എന്താണ്? ഇവിടെ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ്, mobility of holes increases, mobility decreases due to increased scattering, mobility remains constant. ഏതാ കറക്റ്റായിട്ട് വരുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സിന് എന്താ പറ്റുന്നത്? മൊബിലിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് സ്കാറ്ററിങ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, വിത്ത് ഹയർ ടെമ്പറേച്ചർ ലാറ്റിസ് വൈബ്രേഷൻ ഇൻക്രീസസ്. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ലാറ്റിസ് വൈബ്രേഷനും കൂടുന്നു. അത് കാരണം കാരിയേഴ്സ് സ്കാറ്റർ മോർ. എന്താണ്? കാരിയേഴ്സ് കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. അതിനർത്ഥം അവരുടെ മൊബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ദ നെറ്റ് കണ്ടക്ടിവിറ്റി സ്റ്റിൽ ഇൻക്രീസസ് ബിക്കോസ് കാരിയർ നമ്പർ റൈസസ് മോർ. എന്നിരുന്നാലും അവിടുത്തെ എന്താണ്? കണ്ടക്ടിവിറ്റി കൂടുന്നുണ്ട്. കാരണം എന്താണ്? കാരിയർ നമ്പേഴ്സ് കൂടുന്നു. കാരിയേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവുന്നത് കാരണം കണ്ടക്ടിവിറ്റി അവിടെ കൂടുന്നുണ്ട്. മൊബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വിത്ത് റൈസിങ് ടെമ്പറേച്ചർ? എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, സെമി കണ്ടക്ടേഴ്സിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. മോർ കാരിയേഴ്സ് ആർ ജനറേറ്റഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്പർ ഓഫ് കാരിയേഴ്സ് എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി ഫോൾസ്. എന്താണ്? റെസിസ്റ്റിവിറ്റി കുറയുന്നു. അൺലൈക്ക് മെറ്റൽസ് വെയർ ഇറ്റ് ഇൻക്രീസസ്. എന്താണ്? മെറ്റൽസിൽ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സെമി കണ്ടക്ടേഴ്സിൽ റെസിസ്റ്റിവിറ്റി ഫോൾ ചെയ്യും, അതായത് കുറയും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? എന്താണ്? താഴെ കുറച്ച്
മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അതിലേതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ലാത്തതെന്നാണ് ചോദ്യം. ഈസി ആയിട്ട് പറയാം. ഏതാണ്? കോപ്പറാണ്. എന്താ എക്സ്പ്ലനേഷൻ? കോപ്പർ ഈസ് എ കണ്ടക്ടർ വിത്ത് വെരി ഹൈ കണ്ടക്ടിവിറ്റി. സെമി കണ്ടക്ടേഴ്സ് ഹാവ് ഇൻ്റർമീഡിയറ്റ് കണ്ടക്ടിവിറ്റി. എന്താണ്? കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ് അല്ലേ. നമ്മൾ എന്തിനാണ് വെസൽസ് ഉണ്ടാക്കാനും അല്ലാതെ വയേഴ്സൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. കാരണം കോപ്പർ ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ഹൈ കണ്ടക്ടിവിറ്റി തന്നെയാണ് കാരണം. അപ്പോൾ ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്, എന്തല്ല, സെമി കണ്ടക്ടർ അല്ല. സെമി കണ്ടക്ടറിന് എന്താണ്? ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റിയാണ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻ എ സെമി കണ്ടക്ടർ എ ഹോൾ ഈസ് ഡാഷ്. എന്താണ്? ഒരു സെമി കണ്ടക്ടറിലെ ഹോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. എന്താണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാരിയർ present in valence band, a negatively charged carrier in conduction band, a stationary ion, a neutral atom. ഏതാണ് കറക്റ്റ് ആൻസർ? എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാരിയർ പ്രസൻറ്റ് ഇൻ വാലൻസ് ബാൻഡ് ആണല്ലേ. വാലൻസ് ബാൻഡിലുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് കാരിയേഴ്സിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. എ ഹോൾ ഈസ് ദ ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ബാൻഡ് ദാറ്റ് ബിഹേവ്സ് ലൈക്ക് എ പോസിറ്റീവ് ചാർജ് മൂവിങ് ത്രൂ ദ ലാറ്റിസ്. എന്താണ്? ഹോൾ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൽ ഉണ്ടാകുന്ന ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലേ. അതെന്താണ്? ഒരു ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ കാരണം, ഒരു ഇലക്ട്രോണിൻ്റെ മിസ്സിങ് കാരണം ഉണ്ടാകുന്ന ഒരു സ്പേസ് ആണ്. അത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. വിച്ച് സെമി കണ്ടക്ടർ ഹാസ് എ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓഫ് അബൌട്ട് 1.1 ഇലക്ട്രോൺ വോൾട്ട്? ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വാല്യൂസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടല്ലേ. അപ്പം ഏതിനാണ് ഇവിടെ 1.1 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഗ്യാപ്പ് ഉള്ളത്? സിലിക്കണിനാണ് അല്ലേ. സിലിക്കൺസ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ടാണ്. ജെർമേനിയത്തിൻ്റെ 0.7 ഇലക്ട്രോൺ വോൾട്ടാണ്. കാർബൺ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ എന്ന് പറയുന്നത് മച്ച് ലാർജർ എനർജി ഗ്യാപ്പാണ്. കാരണം എന്താണ്? അതൊരു ഇൻസുലേറ്റർ അല്ലേ, അതുകൊണ്ട്. അടുത്ത ചോദ്യം. വിച്ച് ഡോപ്പിംഗ് ടൈപ്പ് പ്രൊഡ്യൂസസ് മെജോറിറ്റി ഇലക്ട്രോൺസ് ഇൻ എ സെമി കണ്ടക്ടർ? അതായത് ഏത് ടൈപ്പ് ഓഫ് ഡോപ്പിങ്ങിൻ്റെ ഫലമായിട്ടാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സായിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഏതാണ്? പെൻഡാവാലൻറ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അതായത് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സായിട്ട് വരുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ. പെൻഡാവാലൻറ്റ് ഡോപ്പൻസ് അതായത് ആരൊക്കെയാണ്? ഫോസ്ഫറസ് ഇൻ സിലിക്കൺ അല്ലേ. ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഫോസ്ഫറസ് ഇൻ സിലിക്കൺ, അതായത് പ്യുവറായിട്ടുള്ള സിലിക്കൺ എന്ന സെമി കണ്ടക്ടറിനകത്ത് നമ്മൾ പെൻഡാവാലൻ്റ് ആയിട്ടുള്ള ഫോസ്ഫറസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ഡൊണേറ്റ് എക്സ്ട്രാ ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ അവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുന്നു. അതിൻ്റെ ഫലമായിട്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സായിട്ട് ഇലക്ട്രോൺസ് വരുന്നു. അടുത്ത ചോദ്യം. വെൻ എ സെമി കണ്ടക്ടർ ഈസ് ഡോപ്ഡ് വിത്ത് എ ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ദ റിസൾട്ടിംഗ് മെറ്റീരിയൽ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഒരു സെമി കണ്ടക്ടറിനെ ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റിയുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടറിൽ വാലൻസ് ഇലക്ട്രോൺസ് 3 എണ്ണമുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏത് ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്നാണ് ചോദ്യം. ട്രൈവാലൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറാണ് ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സെമി കണ്ടക്ടർ. നോക്കിക്കേ. എ ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ഓർ 3 വാലൻസ് ഇലക്ട്രോൺ ഇൻ എ ടെട്രാവാലൻറ്റ് സിലിക്കൺ ലാറ്റിസ് ക്രിയേറ്റ് എ ഹോൾ. എന്താണ്? ടെട്രാവാലൻ്റ് ആണ് സിലിക്കൺ ലാറ്റിസ്. അതുകൊണ്ടാണ് നമ്മൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നത്? എക്സ്ട്രാ ആയിട്ടൊരു ഇലക്ട്രോൺസ് വരും അല്ലേ. ട്രൈവാലൻ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ടെട്രാവാലൻ്റ് ഉള്ള സിലിക്കണിന് ഒന്ന് കുറവല്ലേ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹോൾസ് എന്തായിട്ട് വരുന്നത്? ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സായിട്ട് പി ടൈപ്പിൽ വരുന്നത്. അപ്പോൾ നോക്കിക്കേ. Tetravalent silicon lattice creates a hole that is positive carrier, p type semiconductor. n ടൈപ്പിൽ എന്താണ്? പെൻഡാവാലൻറ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു മെജോറിറ്റി കാരിയേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ കണ്ടക്ടിവിറ്റി? അതായത് എന്താണ്? മെജോറിറ്റി കാരിയേഴ്സ് വരുന്ന കണ്ടക്ടിവിറ്റി ഉള്ള സെമി കണ്ടക്ടർ ഏതെന്നാണ് ചോദ്യം.
ഇവിടെ പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്, ഇൻട്രിൻസിക് ഉണ്ട്. പി ടൈപ്പ് എൻ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് അല്ലേ, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താണ്, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടാവുന്നു. പക്ഷേ ഇൻട്രിൻസിക്കിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, അവിടെ മെജോറിറ്റി മൈനോറിറ്റി ഒന്നും ഇല്ല, രണ്ടുപേരും ഈക്വലാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലും എന്താണ്, മെജോറിറ്റി കാരിയേഴ്സ് ആണ് കണ്ടക്ടിവിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഡോമിനൻറ്റ്, ഇലക്ട്രോൺസ് ഇൻ എൻ ടൈപ്പ്, holes in p type. In intrinsic, electrons is equal to holes, but both contribute. അടുത്ത ചോദ്യം, which statement correctly describes the variation of conductivity of a semiconductor with increasing temperature? എന്താണ് ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ട് ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ ഇൻക്രീസിങ് ടെമ്പറേച്ചർ പറയുമ്പോൾ ഇൻക്രീസിങ് ടെമ്പറേച്ചറിൻ്റെ കേസിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. എന്താണ്, കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ലേ, ഇറ്റ് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, ആസ് ടെമ്പറേച്ചർ റൈസസ് മോർ ഇലക്ട്രോൺ ഗെയിൻ ഇനഫ് എനർജി ടു ക്രോസ് ദ ബാൻഡ് ഗ്യാപ്പ്, ദാറ്റ് മീൻസ് മോർ കാരിയേഴ്സ് ഹയർ കണ്ടക്ടിവിറ്റി അല്ലേ. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ ഇലക്ട്രോൺസിന് ബാൻഡ് ഗ്യാപ്പ് ക്രോസ് ചെയ്യാൻ പറ്റുന്നു, അതിനർത്ഥം കണ്ടക്ടിവിറ്റി കൂടുന്നു. അടുത്ത ചോദ്യം, ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഡാഷ്. എന്താണ് ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ ടൈപ്പിനകത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ മൈനോറിറ്റി ആരായിരിക്കും, ഹോൾസ് ആയിരിക്കും അല്ലേ. നോക്കിക്കേ, ഇൻ എൻ ടൈപ്പ് electrons are majority carriers, holes that is fewer in number are minority carriers. അതായത് എൻ ടൈപ്പിനകത്ത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ടെട്രാ വാലൻ്റ് ആയിട്ടുള്ള ഒരു സിലിക്കണിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, എൻ ടൈപ്പിൽ പെൻറ്റാ വാലൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 4 എണ്ണം ഉള്ളതിൽ നമ്മൾ 5 ആഡ് ചെയ്യുന്നു, അപ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് അധികം, അപ്പോൾ ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഹോൾസിൻ്റെ നമ്പർ കുറവായതുകൊണ്ട് അവയാണ് മൈനോറിറ്റി. അതുപോലെ ഇവിടെ പി ടൈപ്പ് ആയിരുന്നെങ്കിൽ എന്താണ്, നമ്മൾ ടെട്രാ വാലൻ്റ് ആയിട്ടുള്ള സിലിക്കണിൽ ട്രൈവാലൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ കുറവല്ലേ, ടെട്ര 4 ആഡ് ചെയ്യുന്നത് 3, ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ടല്ലേ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഹോൾസ് ആണ് ഉണ്ടാവുക, വേക്കൻറ്റ് പൊസിഷനാണ് ഉണ്ടാവുക. അതായത് അവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, ഹോൾസ് ആയിരിക്കും അല്ലേ, ഹോൾസ് ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ. എന്താണ്, താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. നോക്കിക്കേ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ പ്യുവർ ആൻഡ് ഹാവ് നോ ഇമ്പ്യൂരിറ്റീസ്. എന്താണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ളതാണ്, അതിലൊരു ഇമ്പ്യൂരിറ്റീസും ഇല്ല. അത് കറക്റ്റാണ് അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഹാവ് നോ ഫ്രീ കാരിയേഴ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. തെറ്റാണല്ലേ. അടുത്തത് നോക്കിക്കേ, ഡോപ്പിംഗ് ഡിക്രീസസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. അതും തെറ്റാണ് അല്ലേ. നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് എന്തിനാണ്, കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അത് തെറ്റ്. അടുത്തത് നോക്കിക്കേ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഹാവ് ഒൺലി ഇലക്ട്രോൺസ് ആസ് കാരിയേഴ്സ്. എന്താണ്, ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് മാത്രമാണ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് തെറ്റാണ് അല്ലേ. ഇലക്ട്രോൺസും ഹോൾസും കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഏതാണ്, സ്റ്റേറ്റ്മെൻറ്റ് എ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ പ്യുവർ ആൻഡ് ഹാവ് നോ ഇമ്പ്യൂരിറ്റീസ്. എക്സ്പ്ലനേഷൻ, intrinsic semiconductor means pure crystal without added impurities. Both electrons and holes are generated equally by thermal energy. അടുത്ത ചോദ്യം നോക്കിക്കേ, ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് വൺ ഇൻ വിച്ച് ഡാഷ്. എന്താണ്, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ ആപ്റ്റായിട്ട് വരുന്നത് എടുക്കണം. ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് ഡോണർ ഇമ്പ്യൂരിറ്റീസ്. റോങ് അല്ലേ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ആണ്, നോ ഇമ്പ്യൂരിറ്റീസ്. സോ അടുത്തത് തെറ്റാണ്. എന്താണ്, ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്. അതും തെറ്റ്. അടുത്തത് നോക്കിക്കേ, നോ ഇൻറ്റൻഷണൽ ഇമ്പ്യൂരിറ്റി ഹാസ് ബീൻ ആഡഡ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്യുവർ.
അത് ശരിയാണല്ലേ, നമ്മളെന്താണ് ഇൻറ്റൻഷണലായിട്ട് ഒരു ഇമ്പ്യൂരിറ്റീസും ആഡ് ചെയ്യുന്നില്ല, പ്യുവർ ആയിട്ടുള്ളവയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത് നോക്കിക്കേ, ഇറ്റ് ഈസ് ഹെവിലി ഡോപ്പ് ടു മേക്ക് ഇറ്റ് മെറ്റാലിക്, അതും തെറ്റാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നോ ഇൻറ്റൻഷണൽ ഇമ്പ്യൂരിറ്റി ഹാസ് ബീൻ ആഡഡ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഇൻട്രിൻസിക് മീൻസ് പ്യുവർ സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് മീൻസ് ഡോപ്ഡ്. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ അറൈസ് ഓൺലി ഫ്രം thermal excitation. അടുത്ത ചോദ്യം, ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അറ്റ് തെർമൽ ഇക്വിലിബ്രിയം ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എൻ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ പി ഈസ് ഡാഷ്. എന്താണ്? അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എന്താണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് n = p ആണ്. നോക്കിക്കേ, പ്യുവർ സെമി കണ്ടക്ടർ ഓർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്രൊഡ്യൂസസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേഷൻ. അവിടെ എന്താണ്? ഈക്വൽ നമ്പർ ആയിരിക്കും. അപ്പോൾ n = p ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, അറ്റ് റൂം ടെമ്പറേച്ചർ ഇൻട്രിൻസിക് കണ്ടക്ഷൻ ഇൻ സിലിക്കൺ ഈസ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? റൂം ടെമ്പറേച്ചറിൽ സിലിക്കണിൽ നടക്കുന്ന ഇൻട്രിൻസിക് കണ്ടക്ഷൻ എന്ത് മൂലമാണെന്നാണ് ചോദ്യം. എന്ത് മൂലമാണ്? തെർമൽ ജനറേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് അല്ലേ? തെർമൽ ജനറേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് കാരണമാണ് എന്തുണ്ടാവുന്നത്? സിലിക്കണിൽ കണ്ടക്ഷൻ നടക്കുന്നത്. നോക്കിക്കേ, ഇൻ എ പ്യുവർ ക്രിസ്റ്റൽ തെർമൽ എനർജി പ്രൊമോട്ട്സ് ഇലക്ട്രോൺസ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് പ്രൊഡ്യൂസിങ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സെമി കണ്ടക്ടേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള PYQs ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡയോഡ്സ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.